കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പരസ്യത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. Functions of advertising. In connection with the functions of advertising, the important functions we already discussed. Or simply, it is a form in which advertising influences the society. Influences the society means entire individuals of that particular society. Because all human beings are the part of the society. If an advertisement influence either positively or negatively to the society, that will also influence that particular entire society. No omissions are not possible there. പരസ്യം അതിൻ്റെ സ്വാധീനം ചെലുത്തുമ്പോൾ, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലേക്ക് സ്വാധീനം വരുത്തുമ്പോൾ, നമ്മളും ആ സ്വാധീന വലയത്തിൽ പെടും. കാരണം നമ്മൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പരസ്യവുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മൾ കണ്ടിരുന്നു. കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ് തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദി മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ആയി നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. കാരണം മാസ് മീഡിയ യൂസ് ചെയ്തിട്ടും മാസിനെ ടാർഗറ്റ് ചെയ്തിട്ടുമാണ് പരസ്യം നടത്തുന്നത്. പരമാവധി ആളുകൾ കേൾക്കണം, കാണണം, ആകർഷ്ടരാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പരസ്യം കൊടുക്കുക. പരസ്യത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ലക്ഷ്യങ്ങളല്ല, പ്രധാനപ്പെട്ട ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, കാര്യക്ഷമത എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇൻഫോം, അറിയിക്കുക. രണ്ടാമത്തത് എഡ്യൂക്കേറ്റ്സ്, നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെയാണ്. ഈ ഉൽപ്പന്നത്തിന് ഇന്ന പ്രത്യേകതകളുണ്ട്, മറ്റേ ഉൽപ്പന്നം പോലെ അല്ല. ദെൻ ക്രിയേറ്റ്സ് ഡിമാൻഡ്, ആ ഒരു ബ്രാൻഡിന് വേണ്ടിയുള്ള ആവശ്യം വർദ്ധിപ്പിച്ചെടുക്കും. അടുത്ത എൻഹാൻസസ് കോമ്പറ്റീഷൻ, എൻഹാൻസസ് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിക്കും, മത്സരം വർദ്ധിക്കും. അടുത്തത് എസ്റ്റാബ്ലിഷസ് ബ്രാൻഡ് ഐഡന്റിറ്റി. ബ്രാൻഡ് ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. നമുക്കറിയാം ബ്രാൻഡ് ഇമേജും ബ്രാൻഡ് ഐഡന്റിറ്റിയും എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. ഫംഗ്ഷന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഒരു പ്രൊഡക്റ്റ് ആ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞാൽ പരസ്യം വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. വളരെ ചുരുക്കം പ്രൊഡക്റ്റുകളെ അങ്ങനെ വരുന്നു, ഇല്ലേ? നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അറിയാം. അതും ആ ഉദാഹരണങ്ങളെ പരാമർശിക്കുന്നത് പോലും അവർക്കുള്ള പരസ്യങ്ങളാണ്. കാരണം ദാറ്റ് ഈസ് എ മെന്റൽ കൺസെപ്ഷൻ, നോട്ട് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. നമ്മളത് ആ സാധനം കാണുമ്പോൾ ഓർക്കുന്നതല്ല. അതിനെക്കുറിച്ച് എന്തറിവും കേട്ട് അറിയുമ്പോഴും പറയുമ്പോഴും പോലും നമ്മളറിയാതെ നമ്മുടെ മനസ്സിന്റെ മുമ്പിലേക്ക് ആ സാധനത്തിന്റെ ഒരു പ്രതിബിംബം ഉണ്ടാവും. കാരണം നമ്മൾ സൂക്ഷിച്ചിരിക്കുക മനസ്സിലാണ്. അതാണ് ബ്രാൻഡ് ഇമേജിംഗ് പ്രോസസ്. കോർപ്പറേറ്റ് ഇമേജ്, കോർപ്പറേറ്റ് ഐഡന്റിറ്റി, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയുള്ള ടേമുകൾ കമ്മ്യൂണിക്കേഷനിൽ ചേർത്ത്, എസ്പെഷ്യലി ഇൻ കണക്ഷൻ വിത്ത് പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റി. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്. പബ്ലിക് റിലേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് അഡ്വർടൈസിംഗ്. പബ്ലിക് റിലേഷന്റെ ഉപകരണമായി അഡ്വർടൈസിംഗ് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഈ സ്ഥാപനം സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നും ആ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ലക്ഷ്യം. To build up a positive image and make sure that that institution or organization or that product or service stands for the welfare of the concerned society, especially the community relations which they maintains there. അതാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. Then promotes action. അതുമായി ബന്ധപ്പെടുത്തി ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, അഡ്വർടൈസിംഗ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഐഡ പ്രിൻസിപ്പിൾ, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. അഡ്വർടൈസിംഗ് പ്രിൻസിപ്പിളുകൾ വേറെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ വെച്ചൊരു കുറച്ചുകൂടി ആധികാരികമായ ഐഡ പ്രിൻസിപ്പിൾ നമ്മൾ കാണും. അതിനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ, ഒരു സി കൂടി ആഡ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രിൻസിപ്പിളുകളുണ്ട്.
USP എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറ്റ് അഡ്വർടൈസിങ് പ്രിൻസിപ്പിളുകളും നമുക്ക് പഠിക്കാം. ഡാർക്ക് മാർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ദെൻ ഇംപ്രൂവ്സ് കസ്റ്റമർ ബേസ്. കസ്റ്റമർ ബേസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പരസ്യം ഉപയോഗിക്കും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വെച്ച ഫങ്ഷൻസ്. ഒരു പരസ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യക്ഷമത അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ചുമതല, ഉത്തരവാദിത്വം എന്നൊക്കെ പറയാവുന്നതാണ് ഈ പറഞ്ഞ കാര്യം. ഒരു പരസ്യം നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലൂടെ നമ്മൾ നേടിയെടുക്കാനായിട്ട് കഴിയണം. ഇനി ഈ പരസ്യം വരുത്തുന്ന അല്ലെങ്കിൽ പരസ്യം ചെലുത്തുന്ന മറ്റു ചില സ്വാധീനങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാത്ത, പ്രവർത്തനക്ഷമമല്ലാത്ത ചില നിലപാടുകൾ കൂടി, നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ കൂടി പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. ഡിസ്ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്, അതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക കേട്ടോ. DYSFUNCTIONS, ഡിസ്ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്. പരസ്യത്തിന്റെ ഡിസ്ഫങ്ഷൻസ്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവും നെഗറ്റീവുമായ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ്, ഓൾ ദി substance or all the events or all activities are associated with both positive and negative aspects. കണ്ണടച്ച് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയമാണ്, ഡിബേറ്റിന്റെ വിഷയമാണ്. അതിനെക്കുറിച്ച് വേണേൽ അങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നാം. നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നമ്മളൊരു ജനറൽ ആയിട്ട് പറയുകയാണ്. എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാധാരണ പോകും. പരസ്യത്തിനും അൺഡിസൈറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. അൺഡിസൈറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ്, നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ്, എഫക്റ്റ് പരസ്യവും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്ഫങ്ഷൻസ് നമ്മൾ വിളിക്കുക. ഇനി ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇൻഎഫിഷ്യന്റ് മാനുഫാക്ചറിങ്. ഇൻഎഫിഷ്യന്റ് മാനുഫാക്ചറിങ് എങ്ങനെയാണ് എഫിഷ്യൻസിയെ ബാധിക്കുക പരസ്യം? Suppose that a company reaches its goal and promote their marketing process by the advertisement. Unfortunately or unfortunately, lot of products in the similar field arised, or some companies also started their production similar to that particular product which have already conquered the market. Then there will arise a possibility of enhanced competition process. Then all of the people will get the chance to divide the marketing trends. In the earlier stage, there was only one, or a monopoly was occurred there. But now they have to share the possibilities because more and more people are reaching to the same or the similar field. Then what will happen? Some kind of competitions they will make use, like reducing the price, changing or decreasing the quantity of that particular product. Or in other words, the manufacturers or the providers of that particular commodity or the product or the service provider will be tempted to or forced to make some adjustments to compete with the similar products or services. അതായത് ഒരു കമ്പനി ഒരു ഉൽപ്പന്നം ഇറക്കും, ഭയങ്കരമായ കച്ചവടം നടക്കും. അങ്ങനെ നിൽക്കുകയാണ് വേറൊരു കമ്പനി അതേപോലുള്ള സമാന രീതിയിലുള്ള പ്രൊഡക്റ്റുമായി രംഗത്ത് വരും. അപ്പം എതിരാളി കൂടി വന്നതോടുകൂടി ആദ്യത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്നിക്കൽ, പുതിയ തന്ത്രങ്ങൾ, ചിലപ്പോൾ ചില കുതന്ത്രങ്ങൾ വിപണിയിൽ പരീക്ഷിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ വേണ്ടി. അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത്
അവർ ചിലപ്പോൾ ചെയ്യുക വില കുറയ്ക്കുക, ഓഫർ പാക്കുകൾ പ്രഖ്യാപിക്കുക. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക. 11 രൂപയ്ക്ക് വിറ്റിരുന്ന സോപ്പ് 10 രൂപയിലേക്ക് താഴ്ത്തി വിൽക്കേണ്ടി വരും. 1 രൂപ അവരുടെ ലാഭത്തിൽ കുറവ് വരുത്തും. അത് ഹോൾസെയിലറും ഡീറ്റെയിലറും അടക്കമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പോകേണ്ടിയിരുന്ന എമൗണ്ടാണ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ അവരെന്ത് ചെയ്യും? 11 രൂപയ്ക്ക് കൊടുത്തിരുന്ന അതേ പ്രൊഡക്റ്റ് 10 രൂപയ്ക്ക് കൊടുത്താൽ ലാഭം കുറയും എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ അത് പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ അവര് ചില മാറ്റങ്ങൾക്ക് നിർബന്ധിതരാണ്. ഇൻഗ്രീഡിയൻസിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും. ഈ പരസ്യത്തിന്റെ വലിയൊരു സ്വാധീനം ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതാണ് ഇൻഎഫിഷ്യന്റ് മാനുഫാക്ചറിങ്. നിർമ്മാണം മതിയായ എഫിഷ്യൻസിയോട് കൂടി നടത്താൻ പറ്റാത്ത അവസ്ഥ പരസ്യം സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് may result in the wastage of resources which would otherwise have been used for productivity. അല്ലേ? ആണ്. Sorry. When we consider a competitor slashes the price of a product, other producers are compelled to reduce their price. വില കുറയ്ക്കുന്നു. ഇപ്പോഴേ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുക. എല്ലാം പായ്ക്ക്ഡ് പ്രൊഡക്റ്റുകളാണ്, അല്ലേ? എല്ലാം, എന്ത് സാധനവും പാക്ക് ചെയ്ത പ്രൊഡക്റ്റുകൾ. അതെല്ലാം റൗണ്ടഡ് ഫിഗറിലെ വിലകളിലാണ്. 10 രൂപയുടെ പാക്കറ്റുകൾ, 20 രൂപയുടെ പാക്കറ്റുകൾ, ഏറെയും എല്ലാം എന്നല്ല. മറ്റ് ബ്രാൻഡഡ് കമ്പനികൾ അല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ചില കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് 99.99 രൂപ, 100 എന്നാണ് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അത് അവരുടെ വേറൊരു തന്ത്രമാണ്. ഇപ്പം മുളകാണെങ്കിലും പപ്പടമാണെങ്കിലും ഉപ്പാണെങ്കിലും സോപ്പാണെങ്കിലും എല്ലാം അങ്ങനെയുള്ള റൗണ്ടഡ് ഫിഗറിലേക്ക് വന്ന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എളുപ്പമാകാവുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആരെങ്കിലും സോപ്പ് വാങ്ങാൻ പോകുമ്പോൾ ബ്രാൻഡഡ് സോപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ, ചില ആളുകൾ നിശ്ചിത സോപ്പുകൾ ഉപയോഗിക്കുന്നു, PS മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ചന്ദ്രിക മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, നിങ്ങളുടെ സോപ്പിന്റെ പേര് പറയാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉദാഹരണം 2 പറഞ്ഞെന്നുള്ളത് നോക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് വില കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഓഫർ കൊണ്ടുവരുന്നു, സ്പെഷ്യൽ പാക്ക് കൊണ്ടുവരുന്നു? വിപണന തന്ത്രങ്ങളാണ് ഇതെല്ലാം. പഴയ വെയിറ്റ് ഈ സോപ്പിന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ആരെയും നോക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും സോപ്പിന്റെ തൂക്കം നോക്കി വാങ്ങുന്നവരില്ല എന്നല്ല, വാങ്ങുന്നവരുണ്ട്. തൂക്കം നോക്കി വാങ്ങാറുണ്ട്. ഒരു സോപ്പിന് 35 രൂപ, മറ്റൊരു സോപ്പിന് 25 രൂപ. നമുക്ക് പ്രത്യേകിച്ച് കമ്പനിയൊന്നുമില്ല. ചില ആളുകൾ 25, 10 രൂപയുടെ കുറവുള്ളത് കൊണ്ട് 25ന്റെ സോപ്പ് വാങ്ങിക്കൊണ്ടുപോകും. 35ന്റെ സോപ്പ് ചിലപ്പോ 250 ഗ്രാം ആണെന്ന് കരുതുക. 35ന്റെ നമ്മള് 100 ഗ്രാമിൻ്റെതാവാം 25 രൂപയ്ക്ക് വാങ്ങുക. അപ്പൊ 150 ഗ്രാം അഡീഷണലായി 10 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. അതാണ് കോമ്പറ്റീഷൻ, അഡ്വർടൈസിങ് ഉയർത്തുന്ന കോമ്പറ്റീഷനിലെ പ്രത്യേകത. നല്ല ലീഡിങ് ഒരു സോപ്പ് കമ്പനി അവരുടെ വില താഴ്ത്തി, പ്രത്യേക ഒരു ഓഫർ അവർ പ്രഖ്യാപിച്ചു. അവരുമായി കോമ്പറ്റ് ചെയ്തിരുന്ന മറ്റൊരു കമ്പനിക്ക് വില താഴ്ത്തേണ്ടി വരികയോ മറ്റേതെങ്കിലും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കേണ്ടി വരികയോ ചെയ്യേണ്ടി വരും, നിർബന്ധിതരാകുന്നു.
അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവർ കണ്ടെത്തുക അല്ലെങ്കിൽ അവർ നിർബന്ധിതരാവുക അവരുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ വരുന്നത് പരസ്യം ചെലുത്തുന്ന ഒരു ദോഷകരമായ നിലപാടാണ്. ഒന്ന്. രണ്ടാമത്തത് പ്രോഡക്റ്റ് പ്രൊലൈഫറേഷൻ. പ്രോലൈഫ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രോലൈഫ് മൂവ്മെന്റ്. കൂടുതൽ മക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് മൂവ്മെന്റ് ആണ് പ്രൊലൈഫ് മൂവ്മെന്റ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പരസ്യം വരുന്നതോടുകൂടി മുള പൊട്ടുന്നത് പോലെ തുരുതുര പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. പുതിയ പ്രൊഡക്റ്റുകൾ വിപണി കീഴടക്കും. പരസ്യത്തിന്റെ നമുക്കറിയാം, ഇപ്പം മൊബൈൽ കമ്പനികൾ തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയാൻ വലിയ കാര്യമായ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഫീച്ചർ കൊണ്ടുവന്നു അതിന്റെ പേരിൽ 20 ആണെങ്കിൽ അടുത്ത് 20A, 30, 10A നമ്മൾ കാണുന്നതാണ് അല്ലേ? യെസ്. വാഹനങ്ങൾ അടങ്ങാൻ മാറ്റങ്ങൾക്ക് അനുസൃതമായി മാറാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങൾ മൊബൈൽ രംഗത്തൊക്കെ വലിയ ഉദാഹരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. സാധാരണ ആൻഡ്രോയിഡ്, വിൻഡോസ് പ്ലാറ്റ്ഫോമുകൾ വന്ന സമയത്ത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം വിപണി കീഴടക്കി വന്ന സാഹചര്യത്തിലും അതിലേക്ക് മാറാൻ തയ്യാറാകാതെ നിന്ന ഒരു കമ്പനി അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ നിന്ന ഒരു കമ്പനി അത് വിപണിയിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ആയുർ ദൈർഘ്യം, ലൈഫ് സ്പാൻ എങ്ങനെയാവും പരസ്യം വരുന്നതോടുകൂടി? നിങ്ങൾക്ക് മിക്കവാറും വീട്ടിൽ പരതിയാൽ, ചുമ്മാ വീട്ടിൽ നോക്കിയാല് പഴയ നമ്മുടെ ഡയൽപാഡ് പോലുള്ള ഇങ്ങനെ നമ്മൾ ഞെക്കി വിളിക്കുന്ന ചെറിയ, ഇപ്പോഴൊരു 750 രൂപക്കൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഫോണുകൾ ഉപയോഗശൂന്യമായി കിടപ്പുണ്ട്. അതിനുശേഷം വന്ന റാമും സ്റ്റോറേജും കുറഞ്ഞിട്ടുള്ള GB അല്ല MB ഉണ്ടായിരുന്ന ഫോണുകളും വീടുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. ലാപ്ടോപ്പുകൾക്ക് മുമ്പ് നാം ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഡെസ്ക്ടോപ്പുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ CRT മോണിറ്ററുകൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്താ നമ്മൾ മാറിപ്പോയത്? ടെക്നോളജി അഡ്വാൻസ് ചെയ്ത പുതിയ പ്രൊഡക്റ്റുകൾ. TV, നമ്മുടെ പഴയ TV എല്ലാവരും ഫ്ലാറ്റ് ടൈപ്പ് TVയിലേക്ക് മാറി, LED മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി തീരാതെ, അതായത് ആ മുമ്പുണ്ടായിരുന്ന TVയുടെ ആയുസ് മുഴുവൻ നമ്മൾ വിനിയോഗിച്ചില്ല, അതെടുത്ത് മാറ്റി ഒരു ഫോണിലേക്ക് വെച്ചിട്ട് നമ്മൾ പുതിയത് വാങ്ങും. ആരാ ഇതിന് കാരണം? പരസ്യമാണ് കാരണം. ആണ്. അതായത് നമ്മളോട് പറഞ്ഞു തരികയാണ് കൂടുതൽ മിഴിവുള്ള ചിത്രങ്ങൾ, കൂടുതൽ സുതാര്യമായിട്ടുള്ള ശബ്ദം, തിയേറ്റർ എക്സ്പീരിയൻസ്, ഇതൊക്കെ നമുക്ക് ലഭിക്കും പുതിയ TV വാങ്ങിയാൽ. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ പഴയ പാവപ്പെട്ട TVയെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, ആരെങ്കിലും മാറ്റിയിരുത്തിയിട്ട് പുതിയ TV നമ്മൾ വാങ്ങും. പരസ്യം കൊണ്ടുവരുന്ന ഒരു ദൂഷ്യവശമാണ് ഒരു ഉൽപ്പന്നത്തിന്റെ പൂർണ്ണമായ ഉപയോഗമോ ഉപഭോഗമോ എന്തുവാകട്ടെ അത് നടത്താതെ തന്നെ നമ്മൾ മാറുകയാണ്, അത് മാറ്റുകയാണ്. അത് പരസ്യം ചെലുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അൺനെസസറി ആയിട്ട്, അനാവശ്യമായിട്ട് പ്രൊഡക്റ്റ് നമ്മൾ മാറ്റാൻ നിർബന്ധിതരാണ്. ഒരേപോലുള്ള പ്രൊഡക്റ്റുകൾ, ഐഡന്റിറ്റിക്കൽ പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിയേക്കാം.
ചെറിയ ഫീച്ചേഴ്സ് മാത്രം വ്യത്യാസത്തിന് വേണ്ടി പഴയതിനെ നമ്മൾ മാറ്റി ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് നമ്മൾ പോകും. പരസ്യമാണ്, ഒരു സംശയവും വേണ്ട അല്ലെ. ആൻഡ്രോയിഡ് ടെക്നോളജിയാണ് സ്മാർട്ട് ഫോണുകളിൽ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് നമ്മൾ വന്നത്. പഴയ ഫോണുകളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പുതിയ ഫോൺ വന്നത്. അപ്പൊ ഈ പഴയ ഫോണെല്ലാം എന്ത് ചെയ്യും? വലിയ ഈ വേസ്റ്റിലേക്ക്, ഇലക്ട്രോണിക് വേസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കമ്പ്യൂട്ടറുകള്, TV, ഫോണ്, എമർജൻസി നമ്മുടെ പഴയ നമ്മുടെ ഒരു ലൈറ്റ്, ഇലക്ട്രിക് ടോർച്ച്, മഞ്ഞ കളറൊക്കെ ഉള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ, ഇങ്ങനെ വലിച്ചൂരിട്ട് കുത്തുന്ന. അപ്പൊ അതെല്ലാം മാറി, ബ്രൈറ്റ് ലൈറ്റ് അല്ലെ. സ്റ്റോറേജ് കപ്പാസിറ്റി വ്യത്യാസം വരുന്നു. 5000 mAh ബാറ്ററിയാണ് പുതിയ ഫോണുകൾ. 5000, 6000 വരെ വരുന്നു. നമ്മൾ പഴയ രാവിലെ കുത്തിയ ഉച്ചയാകുമ്പോൾ ക്ണീ 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 ഒച്ച കേൾക്കുന്ന ഫോൺ ഉപേക്ഷിക്കും. 40 ദിവസം ബാറ്ററി നിൽക്കുമെന്ന പരസ്യമാണ് ചില ഫോണുകൾ കൊടുക്കുക. 40 ദിവസം, 4 ദിവസമല്ല. ഉപയോഗിക്കാതിരുന്നാലായിരിക്കും, അത് വേറെ കാര്യം. പുതിയ റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി ഫോണുകൾ തരുന്നു. നമ്മുടെ ഫോണിലെ ബാറ്ററി മറ്റൊരു ഫോണിലേക്കോ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലേക്കോ നമുക്ക് ചാർജ് ചെയ്യാം. ഫോണിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബാറ്ററിയിലെ പവർ അതാണ് നമ്മൾ തിരിച്ചു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത്രയും പോലും ഇപ്പൊ കൂടുതൽ വിളികളുള്ള ആളുകളെല്ലാം അഡീഷണൽ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് കയ്യിൽ കരുതി. ഇത് ഫോൺ തന്നെ വലിയൊരു പവർ ബാങ്കായി മാറുക. ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സംവിധാനം പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പേരിലുള്ള പാവം ഫോണിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് പുതിയ ഫോൺ നമ്മൾ വാങ്ങും. ഇതെല്ലാം ഉണ്ടെന്ന് ആരാ നമ്മളോട് പറയുന്നത്? പരസ്യമാണ്. അപ്പം പ്രൊഡക്റ്റ് പ്രൊലൈഫറേഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്ഫങ്ഷൻ പരസ്യം ചെലുത്തുന്നുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ഇൻഎഫിഷ്യന്റ് മാനുഫാക്ചറിംഗിലേക്ക് കോമ്പറ്റീഷൻ കൊണ്ടുപോകുന്ന. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ പറയുന്ന വശങ്ങളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഗുണങ്ങളോട് ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻഹാൻസസ് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ അഡ്വാൻറ്റേജിനകത്ത്, ഫങ്ഷൻസിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മറുവശത്തോടെ പറയുന്നു. യെസ്. അടുത്തത് ടെൻഡൻസി ടു കൺസ്യൂം. ഐഡ പ്രിൻസിപ്പിൾ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. യെസ്. അംഗനവാടിയിൽ പോകുന്ന കൊച്ചു ഒരു നിശ്ചിത ബാഗിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ ബാഗ് കിട്ടാൻ വേണ്ടി അവൻ കൈകാലിട്ടടിക്കും. അതിന്റെ ലോകം അവന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആ പടം കാണാതെ, ആ പേര് കേൾക്കാതെയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോരില്ല. സാധാരണ മിഠായി വാങ്ങാൻ പോയാല് അത് പോരാ, അവൻ TV-യിൽ കണ്ടിട്ടുള്ള, പരസ്യം കണ്ടിട്ടുള്ള മിഠായി വേണം ആ കുഞ്ഞു കൊച്ചിന്. അപ്പൊ മുതിർന്നവരായ ആളുകളോ, നമുക്ക് വലിയൊരു ടെൻഡൻസി, പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയൊരു ടെൻഡൻസി ഈ പരസ്യം കാണുന്നത് വഴി സാധനം മേടിക്കാൻ ഉണ്ടാകും. നമ്മുടെ ആ ഒരു ടെൻഡൻസിയെ മുതലെടുത്താണ് EMI വായ്പാ പദ്ധതികളൊക്കെ പോലും പല സാധനങ്ങളിലും ആളുകൾ തരുന്നത്. നമുക്ക് ഒറ്റ പ്രതിസന്ധിയേ ഉള്ളൂ, കയ്യിൽ കാശില്ല. കയ്യിൽ കാശ് വേണ്ട, ഒരു പൈസയും വേണ്ട, അങ്ങനെ എന്നാ മതി, ആളൊന്ന് ചെന്ന് കിട്ടിയാൽ മതി, സാധനം ഇങ്ങോട്ട് കൊണ്ടുപോയി തരും. ആ അവസ്ഥയിലേക്ക് വന്നു. ഇത് വാങ്ങാനുള്ള വലിയൊരു തൃഷ്ണ, വലിയൊരു ആഗ്രഹം, ഒരു ഉൾദാഹം, അതിനെ ശമിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ നടത്തുന്നത്. ഈ പരസ്യം കാണുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിയുന്നത് ഈ സാധനം, ഈ ഓഫർ, ഫ്ലാഷ് സെയില് അല്ലെ. കാത്തിരിക്കുന്നു, നമ്മൾ പുതിയ നിലവിൽ കാത്തിരിക്കുകയാണ്. വലിയൊരു ഓഫർ സെയിൽ വരുന്നു ഇലക്ട്രോണിക് മേഖലയുമായി ബന്ധപ്പെട്ട്. ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി വെച്ച് നിൽക്കുകയാണ്, ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ടെൻഡൻസി ടു കൺസ്യൂം, ഉപയോഗിക്കാനുള്ള വലിയ ഒരു പ്രവണത അഡ്വർടൈസ്മെന്റ് നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അത് പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് നേഷൻസിലാണ് കൂടുതലായിട്ട് നിൽക്കുക എന്ന് പറയും. കൺസ്യൂമറിസം, ഉപഭോക്തൃ സംസ്കാരം ഭയങ്കരമായും വളരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെവലപ്പിംഗ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു നിലപാട് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷനെ പോലെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിന്റെ മറ്റൊരു വശമാണ്. ദെൻ ഒരെണ്ണോടുള്ളവർ പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രൊമോട്ട്സ് സ്റ്റീരിയോ ടൈപ്പിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയ വിശാലമായി പറയാവുന്ന ഒരു മേഖലയാണ്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ പറയേണ്ടി വരും. ഞാൻ വളരെ ചുരുക്കി പറയാം.
ഒരാളിനെ കുറിച്ചോ ഒരു സ്ഥാപനത്തെ കുറിച്ചോ വ്യക്തിയെ കുറിച്ചോ ഒക്കെ കേൾക്കുമ്പോൾ അവരെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ധാരണ, അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് പോകാൻ നമ്മൾ പറയും, ഇല്ലേ? അതായത് നമ്മുടെ സ്ത്രീകൾ, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളെ നമുക്ക് എടുക്കാം. നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത്, അവരെ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് വീട്ടമ്മമാരായിട്ടോ അമ്മമാരായിട്ടോ ആണ്, അല്ലേ? സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും, നമ്മുടെ സാധാരണ, അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്ന വ്യത്യാസം. അമ്മ റോളാണ്. അതല്ല എങ്കിൽ ഹൗസ് വൈഫ് അല്ലെങ്കിൽ മദർ. ഈ രണ്ട് റോളുകളിലാണ് നമ്മൾ സ്ത്രീയെ കാണുന്നത്. നമ്മൾ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന സമയത്ത് അവരെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായോ, അതല്ല എങ്കിൽ ഒരു തൊഴിലാളി യൂണിയൻ നേതാവായോ, അതല്ല എങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രേഷ്ഠമായ സാന്നിധ്യം നൽകുന്ന വ്യക്തിയായിട്ടോ നമ്മൾ പെട്ടെന്ന് കാണാറില്ല. സ്ത്രീ അമ്മ ഭാവം, അമ്മ മുഖം, അതാണ് നമ്മൾ കാണുന്നത്. ഇനി അതും അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മയായി നമ്മൾ കാണും. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയും. അത് ഈ പരസ്യം ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് പ്രോസസ്സിനെ എസ്പെഷ്യലി ഇൻ സം സർട്ടൻ ഗ്രൂപ്പ്സ് ഒരു സ്റ്റീരിയോ ടൈപ്പ് റോളുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. സ്റ്റീരിയോ ടൈപ്പ് റോളുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇതാണ് ഡിസ്ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്. ദ ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് proliferation, then inefficient manufacturing, then ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പിംഗ് പ്രോസസ്, then tendency to consume, distemporary. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു ലോകം നമുക്ക് മുമ്പിലുണ്ട്. അത് നമ്മൾ എടുക്കും. അത് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആധികാരികമായ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പൊ നിങ്ങൾ ഫങ്ഷൻസുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഫങ്ഷൻസ് ആൻഡ് ഡിസ്ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്. The same there we can make use as the merit or demerit and then advantage disadvantage. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. വളരെ ചെറിയൊരു ടോപ്പിക്, 4 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാവുന്നതുമാണ് കേട്ടോ.